ഗായ്സ്, അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഫ്രണ്ട്സ് എല്ലായിട്ട് +2 വരെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ കണ്ണൂർ ടൗണിൽ പോയിട്ട് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ. അപ്പം നമ്മളിപ്പം ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനും ഒരു ഫ്രണ്ടും ഉണ്ട്, എൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ്. ഇപ്പോൾ രണ്ടാളും കൂടി ബസ്സിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഭയങ്കര അടുപ്പിച്ചിട്ടില്ലെങ്കിലും കുറച്ച് ഇങ്ങനെ വിട്ട് കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് മീറ്റ് ചെയ്യും. അപ്പം അങ്ങനെ മീറ്റ് ചെയ്യാൻ കുറേ ആയി എല്ലാവരും പറയുന്നത്. പിന്നെ എക്സാംസ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ മീറ്റ് ചെയ്യാൻ വിചാരിച്ച് നിന്നിട്ടാണ്. ഇപ്പം എക്സാമെല്ലാം കഴിഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്യാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളതല്ല, ഒരു 1 വീക്ക് മുന്നേ ഉള്ളതായിരുന്നു ഈ വീഡിയോ. ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള വൈകിയത് കൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ടർക്ക്വൈസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഓരോ ആളായിട്ട് അങ്ങനെ അവിടെ എത്തുക ചെയ്തത്. അവിടെ എത്തി നമ്മളിങ്ങനെ മേലെ കയറി. ഞാൻ ഇവിടുത്തെ ക്ലിപ്പെല്ലാം എടുത്തത് എൻ്റെ ഇത് റെക്കോർഡായിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഉള്ളിലുള്ള ആ ഒരു ക്ലിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളിങ്ങനെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കഴിക്കുക, കുറേ വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ. നമ്മൾ 7 ആളായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു +2 എല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നെ 7 ആളും 7 വഴിക്ക്, 7 അല്ല ഒരാൾ കൂടിയുണ്ട്, അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ 7 ആളും 7 വഴിയിലായി ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് മീറ്റ് ചെയ്യലുള്ള ഒരു രസമല്ലേ. അപ്പം ഇങ്ങനെ മീറ്റ് ചെയ്യും, ഫുഡെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ കുറേ വർത്താനം പറഞ്ഞ്. പിന്നെ അവിടെ തന്നെ ആ ഒരു ടർക്ക്വൈസ് എന്ന് പറയുന്നത് നല്ലൊരു ആംബിയൻസ് എല്ലാം ആണ് കേട്ടോ. ഒരു പഴയൊരു വീട് പോലെയുള്ള ആ ഒരു രീതിയിലാണ്. അപ്പം ഞാനതിൻ്റെ മേലെയുള്ള ക്ലിപ്സ് എല്ലാം എടുത്തത് എൻ്റെ നിന്ന് ഡിലീറ്റായി പോവുക, റെക്കോർഡായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചപ്പം പറഞ്ഞ് മിലിറ്ററി പാർക്ക് ഉണ്ടല്ലോ അവിടെ പോവാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ കുറച്ചാൾ ഓട്ടോയിലും പിന്നെ 2 ആൾ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങനെ വണ്ടിയിലും വന്ന് നമ്മൾ ഓട്ടോയിലും പോവുക ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ കാണാനൊന്നുമില്ല. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലേ ഗ്രൗണ്ട് പോലെ അങ്ങനെ ഒരു കളിക്കേണ്ട കുറച്ച് സ്ലൈഡും സീസും അങ്ങനെയുള്ള 2-3 സാധനങ്ങളുണ്ട്. അല്ലാണ്ട് നമുക്കങ്ങനെ പോയിട്ട് ഇരിക്കാൻ കുറച്ചൊരു നല്ലതാണ്. അല്ലാണ്ട് വലിയ കാണാനൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് മരവും തണലെല്ലാം ആയിട്ടുള്ളൊരു പ്ലേസാണത്. അപ്പോൾ നമ്മൾ 10th +2 DISലാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്, കണ്ണൂർ സിറ്റി. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടെ എത്തി, ആ ഒരു പാർക്കിലെത്തി. ഇപ്പോൾ അവർ ബൈക്കിൽ വരുന്നുണ്ടല്ലോ, അവരെ കൂടി വന്നിട്ട് കയറാന്നുള്ളിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവിടെയുള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് ഇങ്ങനെയാണ് കണ്ട, അവിടെ ഒരു സ്ലൈഡെല്ലാം ഉണ്ട് ചെറിയ കുട്ടികൾക്ക്. പക്ഷെ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളല്ലാണ്ടുള്ളവർ കയറാൻ പാടില്ല എന്ന്. പക്ഷേ നമ്മളിങ്ങനെ വെറുതെ ആ സ്ലൈഡിലൊക്കെ ഒന്ന് വെറുതെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് മരമുള്ളതുകൊണ്ട് തന്നെ നല്ല തണൽ, നല്ലൊരു ഇങ്ങനെ നമുക്ക് കാമായിട്ട് ഇരിക്കുക അങ്ങനെയുള്ളതാണെങ്കിൽ നല്ല. ഒരു ക്യാൻറ്റീനും ഉണ്ട് അവിടെ തന്നെ, ഒരു കഫേ പോലെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ എല്ലാവരും കുടിച്ച് അങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ഇരിക്കും. പിന്നെ അവിടുന്ന് ഒളിച്ചാമ്പത്ത് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾക്കിപ്പം ഐസ്ക്രീം എടുത്ത് തരിക. അപ്പം നമ്മൾ 4 ആൾ ബട്ടർ സ്കോച്ചും പിന്നെ 2 ആൾ ചോക്ലേറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഒരാൾ ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ അല്ലാണ്ടാണോ എന്നറിയില്ല, അവർ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഐസ്ക്രീം തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാനിങ്ങനെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെത് ബട്ടർ സ്കോച്ചാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ അവരോടത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ അത്യാവശ്യം നല്ല ചൂടുമല്ലേ, അപ്പോൾ ഇങ്ങനെ മെൽട്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് ഒളിച്ചാമ്പത്ത് കളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗാർഡനെല്ലാം പോലെ, ഗാർഡനല്ല, ഇങ്ങനെ ഗ്രാസ് എല്ലാം ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറേ പ്ലേസ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വന്നേരം അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്ലേസിൽ അങ്ങനെ ഒരുപാട് ആളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ ഒരു പാർക്കിൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ആകെ ഒരു 4-5 ആൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. അതും അവിടെ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ടായത്. പിന്നെ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞേരം ഒരു ഫാമിലി ചെറിയ കുട്ടികളെല്ലാം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോവാം. അപ്പോൾ എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകാമെന്ന്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഈ പക്ഷികൾക്ക് ചൂടുകാലം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മൺചട്ടിയിൽ ഇങ്ങനെ വെള്ളയിലും വെച്ചിട്ട് കണ്ടിരുന്നു. അപ്പം അതും ജസ്റ്റ് ഒന്ന് വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ്.
അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വരുന്നത് ഞാനത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അത് ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വ്ളോഗ് പോലെ അങ്ങനെ ഒരു വ്ളോഗാണ്. അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനെയുള്ള വീഡിയോസ് വേണമെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടോ.